ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഭാരതത്തിലെ 140 കോടി ജനങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ ഭവ്യ മുഹൂർത്തത്തെ സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, എന്ത് നല്ല കർമ്മങ്ങളും നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ സനാതനധർമ്മ വിശ്വാസമനുസരിച്ച് ഉച്ചാടന പ്രക്രിയ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഉച്ചാടനം എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് എനർജികൾ, അങ്ങനെയാണല്ലോ നമ്മളൊരു എനർജിയിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തിനും പരിസരത്തിനുമൊക്കെ അവരുടെ സാന്നിധ്യം പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സത്യത്തിൽ ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പങ്കെടുക്കാത്തതോടു കൂടിയിട്ട് സത്യത്തിൽ പ്രാണപ്രതിഷ്ഠ അതിൻ്റെ 100% അതിൻ്റെ സ്പിരിച്വലായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറി എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. സത്യത്തിൽ ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതോടു കൂടിയിട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് സത്യത്തിൽ ഈ ചിത്തഭ്രമം പ്രാപിച്ചിരിക്കുകയാണ്. ഒന്ന്, ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ ശരീരവും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സുമനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് രാമൻ ആരാണെന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരും ഇന്ന് സാധിക്കില്ല. എന്നാൽ തിലകൻ മുതൽ സർദാർ വല്ലഭായ് പട്ടേൽ മുതൽ ഇങ്ങനെയുള്ള നരസിംഹ റാവു വരെയുള്ള കോൺഗ്രസ്സുകാർക്ക് രാമൻ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതറിയാത്ത കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നത് സോണിയാഗാന്ധിയിൽ നിന്ന് തുടങ്ങി രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുന്ന കോൺഗ്രസ്സുകാരാണ്. ഇവിടെ നേരത്തെ സേനാപതി വേണു പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിക്ക് എന്താണ് അധികാരം, ആനന്ദിബെൻ പട്ടേലിന് എന്താണ് അധികാരം, യോഗി ആദിത്യനാഥിന് എന്താണ് അധികാരം, പൂജനീയ സർസംഘചാലകൻ എന്താണ് അധികാരം. ഞാൻ സേനാപതി വേണുവിനോട് ചോദിക്കാൻ, സേനാപതി വേണു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ഏത് ഭരണഘടനയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്? ആനന്ദിബെൻ പട്ടേൽ എന്ന് പറയുന്ന ഗവർണർ പങ്കെടുക്കേണ്ട എന്ന് ഏത് ഭരണഘടനയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്? RSSന്റെ മോഹൻ ഭാഗവത് സർസംഘചാല ആയതുകൊണ്ട് പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ട എന്ന് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? മോഹൻജി ഭാഗവത് പങ്കെടുത്തത് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന സഭയിലല്ലല്ലോ സാർ. ഈ രാജ്യത്തിലെ ആത്മതത്വമായി കാണുന്ന 140 കോടി ഹിന്ദു സമാജത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള മോഹൻജി ഭാഗവത് അല്ലാതെ പിന്നെ ആ പ്രതിഷ്ഠാ സ്ഥാനത്തിരിക്കാൻ വേറെ ആർക്കാണ് സാർ അർഹത? നിങ്ങളുടെ സോണിയാഗാന്ധിക്കാണോ? നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്കാണോ? ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്നും അറിയാത്ത സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയാണോ മോഹൻ ഭാഗവത്തിന് പകരം പിന്നെ അവിടെ ഇരിക്കേണ്ടത്? നിങ്ങളിങ്ങനെ ആലങ്കാരികമായിട്ട് RSSന്റെ മോഹൻ ഭാഗവത് പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾ അവിടെ പങ്കെടുത്തില്ലെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. സാർ, നിങ്ങൾ അവിടെ പങ്കെടുക്കാത്തതിന് കാരണം എന്താ? ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇവിടെ ജിഫ്രി തങ്ങൾ എന്ന് പറയുന്ന ഒരാൾ ഫത്വ പുറപ്പെടുവിപ്പിച്ചപ്പോൾ അതിൻ്റെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ നിങ്ങളുടെ വലിയ കോൺഗ്രസിന്റെ വലിയ ഇന്ത്യൻ വലിയ പ്രസ്ഥാനമാണല്ലോ, ആ പ്രസ്ഥാനം ഫത്വയ്ക്ക് മുമ്പിൽ നിങ്ങൾ ചൂളിപ്പോയി. ആ ഫത്വ നിങ്ങൾ അനുസരിച്ചു. അതല്ലേ സാർ സത്യത്തിൽ നിങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം? നിങ്ങളുടെ ഭൂരിപക്ഷം കോൺഗ്രസിലെ നേതാക്കന്മാർക്കും അണികളുടെയും ആഗ്രഹം എന്തായിരുന്നു? ഈ രാജ്യം മുഴുവൻ രാമനെ എതിരേൽക്കുന്ന സാഹചര്യത്തിൽ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു സത്യത്തിൽ കോൺഗ്രസ്സുകാർ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ രാമനെ നെഞ്ചിലേറ്റുന്ന ഈ കോൺഗ്രസ്സുകാരോടൊക്കെ നിങ്ങൾ സത്യത്തിൽ വലിയൊരു ചതിവാണ് ചെയ്തത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതോട് കൂടിയിട്ട്. പങ്കെടുക്കാതിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ സേനാപതി വേണു പറഞ്ഞതുപോലെ ഇവരിപ്പോൾ ഒരു പ്രത്യേക ആംഗിളിൽ ചർച്ചകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധിയുടെ രാമൻ, അതാണ് ഇപ്പോൾ പുതിയൊരു വെർഷൻ. ഇപ്പം അനിൽ സാർക്ക് നേരത്തെ പറഞ്ഞു നമ്മുടെ ക്യാപ്ഷനകത്ത് എന്താണ് എന്നുള്ളത് ചോദിച്ചല്ലോ സേനാപതി വേണു. ഗാന്ധിയുടെ രാമൻ എന്താണ് സാർ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഗാന്ധിയുടെ രാമൻ. നിങ്ങൾ നേരത്തെ നരേന്ദ്രമോദിയുടെ വാക്കുകൾ വളച്ചടിച്ചുകൊണ്ട് സേനാപതി വേണു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഗാന്ധിയുടെ രാമൻ എന്ന് പറയുന്നത് സാർ സേമരാഷ്ട്ര സങ്കല്പമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അപ്പുറത്ത് ഈ അയോധ്യ എന്ന് പറയുന്നത് സത്യത്തിൽ അയോധ്യയിൽ രാമനുണ്ടോ എന്ന്, രാമൻ ഉണ്ടായിരുന്നോ, അത് മിത്താണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇവർ ഈ ബാബരിയുടെ പള്ളി മസ്ജിദിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. സാർ, മഹാത്മാഗാന്ധിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അവിടെ രാമൻ ഉണ്ടായിരുന്നു, രാമക്ഷേത്രമായിരുന്നു എന്ന്. അതിന്റെ ഫലമായിട്ട് നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ യങ് ഇന്ത്യയിലും ജയ് ഹിന്ദ് നവജീവനിലുമാണ് ആദ്യമായിട്ട് ഈ രാമരാജ്യ സങ്കല്പത്തെക്കുറിച്ച് ഗാന്ധിജി പറയുന്നത്. അതിനുശേഷം അദ്ദേഹം 1921-ലും 1929-ലും അയോധ്യയിൽ അദ്ദേഹം പോകുന്നുണ്ട്. അയോധ്യയിൽ പോയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടത്. ആ പ്രാർത്ഥിക്കുന്നത് സാർ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മസ്ജിദാണെന്നും നിങ്ങൾ തർക്കമന്ദിരാണ് എന്ന് പറയുന്ന ആ ബാബരി മസ്ജിദിനകത്ത് കയറിയിട്ടാണ് ഗാന്ധിജി അദ്ദേഹം അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഗാന്ധിജിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സാർ. ആ ഗാന്ധിജിയുടെ രാമരാജ്യ സങ്കല്പമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. അതാണ് നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞത് ക്ഷേമരാജ സങ്കല്പം എന്നുള്ളത്.